രണ്ട് വഴികൾ മാത്രം കുട്ടികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ ആവുക, ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക. കേൾക്കാൻ ആവില്ല. അത് മാത്രമല്ല, കുട്ടി തിരിച്ചു അടിക്കും. ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ആണ് ഞാൻ പറയുന്നത്. എനിത്തിങ് റിലേറ്റഡ് വിത്ത് ഡാറ്റ വിൽ ഗെറ്റ് യു എ ജോബ് ഓഫ് 1 lakh rupees മിനിമം പെർ മന്ത്. ഓരോ മിനിറ്റിൽ ഓരോ കുട്ടി ഇന്ത്യ രാജ്യത്തിൽ സൂയിസൈഡ് ചെയ്യുന്നു. 12,000 കുട്ടികൾ ഓരോ വർഷത്തിൽ സൂയിസൈഡ് ചെയ്യുക. നിയമങ്ങൾ നിയമപുസ്തകങ്ങളിൽ മാത്രം എഴുതി വെക്കേണ്ടതല്ലാതെ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു തന്നൊരു വ്യക്തി. His life is a synonym of discipline and diligence. Up next we have with us Rishraj Singh, retired IPS officer of Kerala Cadre. Drawing from decades of public service experience in policing, transport, excise, vigilance and corrections, he now turns to sharing a larger idea that public service doesn't always have to be about big titles or uniforms. His session today, making public service a part of everyday life, argues exactly that any job, any activity, whether at home, school or workplace, can become a service to society if we act with intention to help others. Please welcome Rishraj Singh as he guides us on how to turn everyday roles into acts of public service. On to you, sir. Thank you. സദസ്സിൽ ഇരിക്കുന്ന ബഹുമാന്യർ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ്. അതായത് നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക എന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ചോദ്യം. സമയം ഇപ്പോൾ മാറി. പണ്ട് ഞാൻ കേരളത്തിൽ വരുമ്പോൾ 40 വർഷം മുമ്പ് രണ്ട് വഴികൾ മാത്രം കുട്ടികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ ആവുക, ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക. 40 വർഷമായിട്ട് ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പാരൻസ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഈ ടോക്ക് ശരിക്കും ചോദിച്ചാൽ പാരൻസ്ക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയല്ല. പാരൻസ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 7 കാര്യങ്ങളാണ് പാരൻസിന് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു ആവശ്യം ഞാൻ കാണുന്നു. നമ്പർ 1, കുട്ടിക്ക് എന്താണ് ഇഷ്ടം അത് കുട്ടി തീരുമാനിക്കും. നമ്മളല്ല, അതായത് ഞാനും ഒരു പാരൻറ്റും കൂടിയാണ്, അതുകൊണ്ടാണ് പറയുകയാണ്. ആ കാലം കഴിഞ്ഞു. അത് ഇനിയും നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുട്ടി നിങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കാൻ ആവില്ല. അത് മാത്രമല്ല, കുട്ടി തിരിച്ച് അടിക്കും. കുട്ടിക്ക് ഇപ്പോൾ തിരിച്ച് അടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ അമ്മ അച്ഛൻ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുന്നില്ല, അപ്പോൾ ഞാനും അവർ പറഞ്ഞ കാര്യം കേൾക്കില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ചിലപ്പോൾ മയക്കുമരുന്ന് കഴിക്കാം, ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് സുഹൃത്തുക്കളുടെ കൂടെ പുറത്ത് നടക്കാം, ചിലപ്പോൾ 24 മണിക്കൂർ മൊബൈൽ ഫോണിൽ തന്നെ മാത്രം സമയം കളയാം. ഇത് ചെയ്യാനുള്ള കുട്ടികൾ, ഞാൻ ആ കുട്ടികളുടെ സ്വഭാവം അല്ല ഞാൻ കാണുക. അത് ചിലപ്പോൾ ചില കുട്ടികൾ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഇല്ലെങ്കിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അത് ഒരു പക്ഷേ അവരുടെ അമ്മ അച്ഛൻ്റെ എവരായിട്ടുള്ള ഒരു പ്രതികാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കുട്ടികളോട് സംസാരം എനിക്ക് വേണ്ടി പുതിയ വിഷയമല്ല. കഴിഞ്ഞ 8 വർഷത്തിൽ 5000 സ്കൂളുകളിൽ പോയി കുട്ടികളോട് സംസാരിച്ച ആളാണ് ഞാൻ. 5000
അപ്പോൾ കുട്ടി എന്ത് ചിന്തിക്കുന്നു അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എക്സൈസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുമ്പോൾ എത്ര കുട്ടികൾ പാരൻസ് അവർ എന്നോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം പാരൻസ് മനസ്സിലാക്കുന്നത് കുട്ടിക്ക് എന്താണ് ഇഷ്ടം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കുട്ടിയുടെ തീരുമാനം നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ കുട്ടി പറയും ഇപ്പോൾ സമയം മാറി, ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, മഷീൻ ലേണിംഗ് ഉണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സാണ് ഞാൻ പറയുന്നത്. റോബോട്ടിക്സ് ഉണ്ട്, ഡ്രോൺ മേക്കിംഗ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഡാറ്റ മൈനിങ് ഉണ്ട്, ഡീപ്പ് ഡാറ്റ അനാലിസിസ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് പുതുതായിട്ട് അവർക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ വന്ന് ഇരിക്കുന്നു. അത് നമുക്ക് ചിലപ്പോൾ അറിയില്ല. പാരൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. ഇവിടെ ഇരിക്കുന്ന പാരൻസിന് എത്ര ആൾക്ക് അറിയാം ഈ കേരളത്തിൽ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഒരാൾ. അത് വന്ന് 3 വർഷമായി. 2022 കഴക്കൂട്ടത്തിൽ ടെക്നോ പാർക്ക് എന്ന ഇടത്ത് തുടങ്ങിക്കഴിഞ്ഞു. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റിയിൽ ഓഫ്ലൈൻ ഓൺലൈൻ ഡിഗ്രികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഡിപ്ലോമ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയില്ല. മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഗ്രി ഇന്ന് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇത് എത്ര ആളുകൾക്ക് അറിയാം? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ സിവിൽ എഞ്ചിനീയറിങ്ങോ ഇല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരു ഡിഗ്രി ചെയ്തിട്ട് MTech ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ നമുക്ക് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ എടുത്തേ മതിയാവൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡ്രോൺ മേക്കിംഗ്, ഡാറ്റ അനാലിസിസ്, data science, anything related with data will get you a job of 1 lakh rupees minimum per month. ഇന്ത്യയിൽ അടുത്ത 5 വർഷത്തിൽ 5 കോടി ജോലികൾ ഈ ഞാൻ പറഞ്ഞ ഫീൽഡിൽ മാത്രമേ ഉള്ളൂ. അത് സൃഷ്ടിക്കാൻ പോകുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടീനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇവിടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, ഡാറ്റ മൈനിങ്, റോബോട്ടിക്സ്, ഡ്രോൺ മേക്കിങ്ങിൽ താല്പര്യമുള്ള കുട്ടികൾ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. 1 2 കുറേ ആളുണ്ട്. ഇത് നിങ്ങളുടെ അച്ഛന്മാർക്ക് അറിയാമോ? ഇനിയെങ്കിലും പാരൻസ് ഒന്നും അറിഞ്ഞിരിക്കണം. പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോൾ സിവിൽ സർവീസിലെ ഒരു താല്പര്യം കൂടി വരികയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇന്ത്യ രാജ്യത്തിൽ 10 വർഷം മുമ്പ് സിവിൽ സർവീസിൽ ആകെ ഇന്ത്യയിൽ പാസ്സാവുന്നത് 20 പെൺകുട്ടികൾ മാത്രമായിരുന്നു. ഇപ്പോൾ in 10 years ഇപ്പോൾ 35 100 IAS IPS കളക്ടർ SP ആയിട്ട് പാസ്സാവുകയാണെങ്കിൽ അതിനകത്ത് 35 പെൺകുട്ടികളാണ് അത് കളക്ടറായിട്ടോ ഇല്ലെങ്കിൽ SP ആയിട്ട് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യം കൂടി. സിവിൽ സർവീസ് പരീക്ഷയിലെ താല്പര്യമുള്ള കുട്ടികൾ ഒന്ന് എഴുന്നേറ്റേക്ക്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. 1
യെസ് 2, 3, 4 കുറേ ഉണ്ട്. ഇത് പാരൻസ് അറിഞ്ഞോ? അതിന് തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങണം. ഞാൻ ഒരു സിവിൽ സർവീസ് മെൻറ്ററിങ് ചെയ്യാനുള്ള ഒരാളാണ്. ഞങ്ങൾ സിവിൽ സർവീസ് സെൻറ്ററിൽ 8th ക്ലാസ് മുതൽ 12th ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സാറ്റർഡേ സൺഡേ ഓരോ മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. 5000 കുട്ടികൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5000. പരീക്ഷ 21 വയസ്സ് ആയ ശേഷമേ ഉള്ളൂ. പക്ഷെ കാര്യങ്ങൾ നേരത്തെ തന്നെ പഠിക്കാൻ കുട്ടികൾ അത് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇന്ത്യൻ ആർമി. പണ്ട് 3 വർഷം മുമ്പാണ് ഇന്ത്യ രാജ്യത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ആർമിയിൽ ജോലി ചെയ്യാനുള്ള സുപ്രീം കോടതി അവസരം തന്നിരിക്കുന്നത്. ഇപ്പോൾ പൂനെ ഖടക്വാസ് ലൈൻ NDA പരീക്ഷ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷ ഇപ്പോൾ പെൺകുട്ടികൾക്ക് തരാനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട്. മലയാളി പെൺകുട്ടികൾ പാസ്സായിട്ടുണ്ട്. ഒരു തൃശ്ശൂർകാരി ആൻ റോസ് മാത്യു, വയനാടുകാരി ശ്രീലക്ഷ്മി ഹരിദാസ് അവർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പട്ടാളത്തിന് പോകുന്ന കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ ഒന്ന് എഴുന്നേറ്റണം. യെസ്, raise your hand. I can't see you. 1-2 ആളുണ്ട്. ഇത് നമ്മുടെ മുമ്പിൽ വന്ന ഒരു അവസരമാണ്. വൈ നോട്ട് ടു യൂസ് ഇറ്റ്? ഇത് ഒരു ആയിരക്കണക്കിന് മേഖലകളിൽ ചില മേഖലകളുടെ പേര് മാത്രം ഞാൻ ഇവിടെ പറയുന്നു. സ്പേസ് സയൻസ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. വി സോമനാഥൻ, അദ്ദേഹം ആരാണെന്ന് കുട്ടികളിത് അറിയണമെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഹു ഈസ് വി സോമനാഥൻ? 1, 2, 3, 4 കുട്ടികൾക്ക് അറിയാം. പഴയ ഇസ്രോ ചെയർമാൻ, അദ്ദേഹം കൊല്ലംകാരനാണ്. TKM കോളേജിൽ നിന്ന് സാധാരണ രീതിയിൽ മെക്കാനിക്കൽ ഡിഗ്രി എടുത്ത് ബാംഗ്ലൂരിൽ പോയി ഒരു സ്പേസ് സയൻസിൽ ഡിപ്ലോമ ചെയ്തിട്ട് ഇസ്രോ ചെയർമാൻഷിപ്പ് വരെ എത്തി അവിടുന്ന് റിട്ടയർ ചെയ്തു. ചന്ദ്രയാനം 3 പറഞ്ഞിട്ട് ഒരു ചെറിയ സാധനം ഇന്ത്യക്കാർ 3ലേക്ക് അയച്ചിരുന്നു. അത് ഉണ്ടാക്കിയത് 50% സയൻറ്റിസ്റ്റ് അത് തമിഴ്നാട്, കേരളയിലുള്ള സ്ത്രീകൾ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ താമസിക്കുന്നവർക്ക് സ്പേസ് സയൻസിൽ താല്പര്യമുണ്ട്. സ്പേസ് സയൻസിൽ വി സോമനാഥൻ സാർ പോലെ ആക്കാനുള്ള കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. കുറേ ആളുണ്ട്. പാരൻസ് ഇത് അറിയാമോ? ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി തയ്യാറെടുപ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ IAS ആയാലും സ്പേസ് സയൻസ് ആയാലും പട്ടാളമായാലും അതിൻ്റെ തയ്യാറെടുപ്പ് ഈ വയസ്സ് മുതൽ തുടങ്ങണം. ചെറിയ രീതിയിൽ അത് എന്താണെന്നും ഞങ്ങൾ പറഞ്ഞു തരാം. അടുത്ത സ്പോർട്സ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ സ്പോർട്സുകാർക്കാണ് ജോലി കിട്ടുക, പൈസ കിട്ടുക. സർവീസിൽ അത്രയും പൈസ ഇല്ല. അബ്ദുൾ റഹ്മാൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ഇവിടെ എത്ര കുട്ടികളുണ്ട്? അബ്ദുൾ റഹ്മാൻ ആരാണ്? റേസ് യുവർ ഹാൻഡ്. സ്പോർട്സുകാരനാണ്. ഏത് സ്പോർട്സാണ്? എനിബഡി? കോഴിക്കോടുകാരനാണ്. കോഴിക്കോട്, മലപ്പുറം. ലോങ് ജമ്പ്
ട്രിപ്പിൾ ജമ്പ്, സഞ്ജു സാംസൺ, മിന്നു മണി, സജന സജീവൻ, ആശ ശോഭന, ഇവരാരാണ്? ഇവരെല്ലാം മലയാളികളാണ്. അവർ ഇന്ത്യ രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ടീമിന് വേണ്ടി അവർ കളിച്ചു കൊണ്ടിരിക്കുന്നു. കോടികൾ രൂപ അവർക്ക് ജാസ്തി ഉണ്ട്. അപ്പം നിങ്ങൾ പറയാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് പഠനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, പക്ഷെ അതേസമയം ഇയാൾ നല്ല സ്പോർട്സ് കാരനാണെങ്കിൽ അങ്ങോട്ട് വിട്ടോളൂ. അവർക്ക് തന്നെത്താൻ ജോലി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ ആ വേൾഡ് കപ്പ് ജയിച്ച ശേഷം എല്ലാ പെൺകുട്ടികൾക്ക് അതാത് സംസ്ഥാനങ്ങളിലെ DYSP ജോലി കിട്ടി. പോരെ? അവിടെ DYSP ആയിട്ട് ജോലി എടുക്കണ്ട, അവർ കളിച്ചു കൊണ്ടിരിക്കുക. ആ മുഹമ്മദ് സിറാജ് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച ശേഷം ഇപ്പോൾ ഹൈദരാബാദിൽ DYSP ആയിട്ട് ജോലി ചെയ്യുന്നു. ദീപ്തി ശർമ്മ, രിച്ച ഘോഷ്. പറയാൻ മറന്നത്, ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ അവരുടെ സ്കൂൾ ടീമിന് വേണ്ടി ഏത് ഗെയിം ആയാലും ഏത് സ്പോർട്സ് ആയാലും സ്കൂൾ ടീമിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ ആ എത്ര കുട്ടികൾ എവിടെ ഉണ്ട്? കൈപൊക്കണം. 1, 2, 3, 4 കുറേ ഉണ്ട്. ഈ കാര്യം പാരൻസ് അറിഞ്ഞോ? നിങ്ങളുടെ പാരൻസ് അടുത്ത് ഇരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഈ കുട്ടികളോട് നിങ്ങൾ A+, AA+ ഗ്രേഡ് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നു ദേവിയതൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് രണ്ടും ചെയ്യാൻ പറ്റൂല. സച്ചിൻ തെണ്ടുൽക്കർ SSLC പരീക്ഷയിൽ ഫെയിൽ ആവുമ്പോൾ അച്ഛനോട് ചോദിച്ചു, എനിക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല അച്ഛൻ, എന്തു ചെയ്യണം? അച്ഛൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റണം. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പഠനമൊക്കെ വിട്, നിങ്ങൾ കളിച്ചോളൂ. എവിടെ എത്തിയിരിക്കുന്നു സച്ചിൻ തെണ്ടുൽക്കർ. സ്പോർട്സുകാർക്ക് പരീക്ഷ പാസ്സാക്കിയാൽ കൊള്ളാം. ഇത് പാരൻസ് കേൾക്കണുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾ കേൾക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് മതി സാർ പറഞ്ഞ് പോയി മുറിയിൽ പോയി പഠിക്കണം. അങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്? എന്താ ഇത്? നിങ്ങൾ 24 മണിക്കൂർ പഠിക്കുകയായിരുന്നോ? ഈ പാരൻസിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അമ്മ അച്ഛന്മാരും നിങ്ങളുടെ പുറകിൽ നടന്നോ? എന്നിട്ടും നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പഠനത്തിൻ്റെ പേരിൽ കുട്ടികളെ നമ്മൾ ശല്യപ്പെടുത്തുന്നത്? ആവശ്യത്തിനേക്കാൾ പഠിക്കാൻ വേണ്ടി പറയാം, പക്ഷെ നമ്മൾ പറയേണ്ടത്, മോനെ നിങ്ങളുടെ കഴിവനുസരിച്ച് പഠിച്ചോളൂ, എത്ര മാർച്ചായാലും കുഴപ്പമില്ല. ആരും പറയാനുണ്ടോ? പറയണം. എത്ര കുട്ടികളുടെ പിരിമുറുക്കമുണ്ട്, സ്ട്രെസ്സുണ്ട്, താങ്ങാൻ പറ്റാത്ത ടെൻഷനുണ്ട്. അത് നിങ്ങളുടെ A+ ഗ്രേഡിൻ്റെ വിളി കേട്ടിട്ടാണ് കൂടുതൽ കുട്ടികൾ സ്ട്രെസ്സിൽ പോകുന്നത്. ആ സ്ട്രെസ് കാരണം കൊണ്ട് ലഹരി വസ്തു കഴിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യാനുള്ള ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരള. ഓരോ മിനിറ്റിൽ ഓരോ കുട്ടി ഇന്ത്യ രാജ്യത്തിൽ സൂയിസൈഡ് ചെയ്യുന്നു. 12,000 കുട്ടികൾ ഓരോ വർഷത്തിൽ സൂയിസൈഡ് ചെയ്യുക. 8,000 മണിക്കൂറുകളേ ഉള്ളൂ. There are only 8,000 hours in a year. 8,000 മണിക്കൂറുകൾ, 12,000 സൂയിസൈഡുകൾ. കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യാൻ ഒരു കാര്യമില്ല. സൗജന്യമായിട്ട് ഭക്ഷണം, കിടക്കാൻ മുറി, ഫീസ് കൊടുക്കാൻ അമ്മ അച്ഛൻ, സ്നേഹിക്കാൻ പാരൻസ്,
കുട്ടിക്ക് വേറെ എന്ത് വേണ്ടത്? പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത് കാര്യങ്ങൾ? നമ്മൾ, അതായത് പാരൻസ്, കുട്ടികളെ കൂടുതൽ പറന്ന് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ ചെയ്ത് കുട്ടികളെ ഇല്ലാതെ ആക്കുകയാണ്. അടുത്തത്, ഇനിയും ഈ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി മേഖലകൾ പറഞ്ഞല്ലോ. ഈ മേഖലകളിൽ കുട്ടികൾ വിജയം തേടുകയാണെങ്കിൽ അതിന് കുറെ വഴികളുണ്ട്. ആ വഴി ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ അതോ അതിനു വേണ്ടി തയ്യാറെടുപ്പ് എടുക്കണം. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കുട്ടിയുടെ വായനാശീലം ഒന്ന് നന്നാക്കാൻ കുട്ടിയെ സഹായിക്കൂ. നമ്മുടെ കുട്ടികൾ ഒന്നും വായിക്കുന്നില്ല. അവരുടെ ജനറൽ നോളേജ് പോരാ. ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നലെ ഇവിടെ അറിയപ്പെടുന്ന ഒരു MLA മരിച്ചു. അതിൻ്റെ പേരെന്താണ്? ഒരാൾക്ക് അറിയാം? 2, 3 കുട്ടികളോടാണ് ചോദിച്ചത്, അമ്മ അച്ഛനോടല്ല. 1, 2, 3, 4, 5, 6. എന്താ ഇത്രയും വലിയ ഒരു സംഭവമല്ലേ? നമ്മളെല്ലാവരും അറിയാൻ ബാധ്യസ്ഥനല്ലേ? കേരളത്തിൽ മന്ത്രിയായിട്ട് എത്ര സ്ത്രീകൾ ജോലി ചെയ്യുന്നു? കേരളത്തിൽ മന്ത്രിയായിട്ട് എത്ര സ്ത്രീകൾ ജോലി ചെയ്യുന്നു? കൈ പൊക്കണം. ഇഫ് യു നോ ദി ആൻസർ. ആർക്കും അറിയില്ല? 1. യെസ്, യു. എത്രയാണ്? എത്ര? 2. തെറ്റാണ് ഉത്തരം. ജനറൽ നോളേജിൻ്റെ ലെവൽ ഞാൻ പറയുകയാണ്. പാരൻസിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ തെറ്റാണ്. യു ആർ നോട്ട് മേക്കിംഗ് എനി എഫേർട്ട് ടു ഇംപ്രൂവ് ദെയർ ജനറൽ നോളേജ്. ജനറൽ നോളേജ് എങ്ങനെ കൂട്ടാൻ പറ്റും? വായനാശീലം വർദ്ധിപ്പിക്കണം. വീട്ടിലെ കുട്ടികളിಗೆ വായിക്കാനുള്ള ഒന്നോ രണ്ടോ മാഗസിൻ, ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരാൻ അനുവദിക്കണം. ടീച്ചേഴ്സ് ക്ലാസ്സിൽ, സ്കൂളിൽ അവരെ നിർബന്ധമായിട്ട് ലൈബ്രറി ക്ലാസ്സിൽ കൊണ്ടുപോകണം. കുട്ടികൾ രാവിലെ വീട്ടിൽ വന്ന ന്യൂസ് പേപ്പറിൽ എല്ലാ ന്യൂസ് ഇല്ലെങ്കിലും വലിയ ഹെഡ്ലൈനിൽ വന്ന ന്യൂസ് ഒന്ന് വായിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ എത്ര സ്ത്രീകൾ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മറുപടി പറയാമായിരുന്നു. പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യങ്ങൾ പാരൻസ് ഇന്ന് മുതൽ ചെയ്യേണ്ടത്, their children ഇത് മൊബൈൽ ഫോണിൽ ഗൂഗിൾ മാത്രം നോക്കിയാൽ പോരാ. വായന ആണ് ആവശ്യം. വായന 1. 2, അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ഏതോ ഒരു കുട്ടിയെ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വിളിച്ചാൽ, ഞാൻ ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ 5 മിനിറ്റ് പ്രവാഹത്തിൽ സംസാരിക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഈ വയസ്സ് മുതൽ ചെയ്യാൻ തുടങ്ങണം. Only parents and teachers can do it. കേരളത്തിൽ സിവിൽ സർവീസിൽ കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾ പത്രത്തിൽ വായിച്ചാൽ മതി, ഗൂഗിളിലും ഉണ്ട്. 300ഓളം 400ഓളം കുട്ടികളെ എല്ലാ വർഷവും റിട്ടൺ പരീക്ഷയിൽ മലയാളികൾ പാസ്സാവാനുണ്ട്. റിട്ടൺ പരീക്ഷയിൽ. അപ്പം നോളേജിൽ കുറവൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികൾ ഡൽഹിയിൽ പോയി അവിടെ അരമണിക്കൂർ ഇംഗ്ലീഷിലെ ഇൻ്റർവ്യൂ കൊടുക്കണം. ആ ഇംഗ്ലീഷിലെ ഇൻ്റർവ്യൂ അവർ നന്നായിട്ട് പറയാത്തത് കൊണ്ട് ആ 400 ആൾ
50 മുകളിൽ പോവില്ല. ഇതുവരെ കേരളത്തിൽ കഴിഞ്ഞ 50 വർഷത്തിൽ ഒരു വർഷത്തിൽ 50 കൂടുതൽ IAS IPS ആളുകൾ പാസ്സായിട്ടില്ല. അതിന് മുഖ്യ കാരണം ഇംഗ്ലീഷിൽ അവർക്ക് അരമണിക്കൂർ പ്രവാഹത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു വലിയ പ്രശ്നമാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിയുമായി സംസാരിച്ചിട്ട് വേണ്ട ചെയ്യുക. വായനാശീലം, നന്നായിട്ട് ഇംഗ്ലീഷിലെ സംസാരം. മൂന്നാമത്തെ, അവരുടെ മാത്തമാറ്റിക്സ് നോളജ്. ഇപ്പോൾ UPSCയിൽ ഒരു പേപ്പർ മൊത്തം റീസണിങ് വിത്ത് ലോജിക്കിൻ്റെ പേരിൽ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതായത് CBSEൻ്റെ 10th ക്ലാസ് വരെയുള്ള മാത്തമാറ്റിക്സിന് നല്ല നോളജ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പരീക്ഷകൾ പാസ്സാക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് വെറും പാസ്സാക്കാൻ വേണ്ടിയാണ്. ആ നോളജ് പോരാ. ലാസ്റ്റ് 2 things, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ചാലേ മതിയാവൂ. കേരളത്തിലെ സർവേ പറയുന്നത് 3 മണിക്കൂർ 4 മണിക്കൂറെ താഴെ ഒരു കുട്ടിയുമില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. 1-2 കുട്ടി ഉണ്ടായിരിക്കാം. അത് നിയന്ത്രിക്കേണ്ടത് പാരൻസിൻ്റെ ആദ്യത്തെ കടമയാണ്. അതിനുവേണ്ടി പാരൻസ് ചെയ്യേണ്ടത് ആദ്യത്തെ അവരുടെ സ്വയം മൊബൈൽ ഫോൺ അവർ കുറക്കണം. പാരൻസും കൂടുതൽ ഉപയോഗിച്ച് നടക്കുന്നു. പിന്നെ കുട്ടീനോട് പറഞ്ഞിട്ട് കുട്ടി കേൾക്കുമോ? ഇപ്പോൾ സർക്കാർ ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന പാർലമെൻറ്റിൽ ഗൂഗിളിലുണ്ട്. അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ട്, ഒന്ന് വായിച്ചാൽ മതി. 1 മണിക്കൂറേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ 13 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളുടെ 1 മണിക്കൂറേക്കാൾ മൊബൈൽ ഫോൺ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, ചൈന, അമേരിക്ക, ജപ്പാൻ, അവിടെ ആ നിയമം നേരത്തെ വന്നു. ഓസ്ട്രേലിയ. അതിനകത്ത് വേറെ ഒരു കുഴപ്പം പിടിച്ച ഒരു ചെറിയ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഏതോ ഒരു വീട്ടിലെ അമ്മ അച്ഛൻ ഈ കുട്ടിയെ 1 മണിക്കൂറേക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സഹായിച്ചാൽ അമ്മയോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ ജയിലിൽ പോകേണ്ടി വരും. തമാശയല്ല ഞാൻ പറയുന്നത്. യു ക്യാൻ റീഡ് ഇറ്റ്. പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുക? ഇത് എങ്ങനെ നിയന്ത്രിക്കുക? സ്കൂളിലെ ഇപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നില്ലെന്ന് ഞാൻ കേട്ടു. വീട്ടിലെ എങ്ങനെ നിയന്ത്രിക്കുക? ഈ ഒറ്റ വഴിയേ ഉള്ളൂ. അത് വേണോ? ഇപ്പം തന്നെ അത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞവരെ കേൾക്കുന്നില്ല. അതുപോലെ അവർ നമ്മുടെ കുട്ടികളാണ്, നമ്മൾ അവരുടെ കുട്ടികളല്ല. സ്വന്തം കുട്ടികളെ കൊണ്ട് പേടിച്ചിട്ട് ജീവിക്കാനുള്ള ഗതികേട് നമുക്ക് വേണ്ട. അയ്യോ ഞാനിത് പറഞ്ഞാൽ കുട്ടി വല്ലതും ചെയ്യുമോ? കുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോമോ? കുട്ടി വല്ല മയക്കുമരുന്ന് വസ്തു കഴിക്കാൻ തുടങ്ങുമോ? ആത്മഹത്യ ചെയ്യുമോ? ഇങ്ങനെയുള്ള ഇതെല്ലാം അടിസ്ഥാനരഹിതം ഭയങ്ങളാണ്. നമ്മുടെ കുട്ടിയെ നമുക്ക് മാത്രമേ നിലക്ക് നിർത്താൻ പറ്റുള്ളൂ. പ്ലീസ് ഡു ഇറ്റ്. ആൻഡ് ഫോർ ദാറ്റ് you should not use, അതായത് parents should not use mobile phone more than 1 hour. കുട്ടി ഇത് പഠിച്ചോളൂ. ആൻഡ് ദ ലാസ്റ്റ് ഈസ് മയക്കുമരുന്ന് ഉപയോഗം. കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് പുകയില സാധനങ്ങൾ കഴിച്ചിട്ടാണ്. പാൻ പരാഗ്, പാൻ മസാല, ജലദ, കുടുക്ക, ഖൈനി, ഹാൻസ്. ഇത് നിങ്ങളുടെ കുട്ടി പോകുന്ന സ്കൂളിൻ്റെ പരിസരത്തിൽ 100 മീറ്ററിൽ 200 മീറ്ററിൽ
തട്ടുകടകളിൽ, പെട്ടിക്കടകളിൽ ഈ സാധനങ്ങൾ മൊത്തം കേരളത്തിലുണ്ട്. ഞാൻ എഴുതി തരാം. ദേ ആർ ഓൾറെഡി രഹസ്യമായിട്ട് അവർ ചെറിയ രീതിയിൽ അവർ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഈ ഞാൻ പറഞ്ഞ സാധനങ്ങൾ കഴിക്കാതെ ഒരു കുട്ടി എവിടെ ഉണ്ടോ കൈ പൊക്കണം, സത്യം. അങ്ങനെ കൈ കാണിച്ചിട്ട് എന്നോട് ഒരു കൈ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കണക്ക് പറയുന്നത് കുട്ടികളുടെ മയക്കുമരുന്ന് പ്രവർത്തനം തുടങ്ങുന്നത് പുകയില സാധനങ്ങൾ ആദ്യത്തെ കഴിച്ച ശേഷമാണ്. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് തടയേണ്ടത് PTA മീറ്റിങ്ങിൽ പാരൻസ് ടീച്ചർമാരോട് ചോദിക്കണം, നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കട ഉണ്ടെങ്കിൽ അത് നിർത്തി വെക്കണം. ഇതൊക്കെയാണ് PTA സംസാരിക്കേണ്ടത്. ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് അവർ നിരന്തരമായിട്ട് സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഓഫീസറുമായി സംസാരിച്ചിട്ട് ആ കടകൾ പൂട്ടാൻ ശ്രമിക്കണം. പുകയില സാധനം ഒരു പ്രാവശ്യം തുടങ്ങിയാൽ അടുത്ത സ്റ്റെപ്പ് കഞ്ചാവാണ്, MDMA ആണ്, സംശയം വേണ്ട. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. എന്നെ ഇവിടെ വിളിച്ച് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നു. ഈ ചടങ്ങിൻ്റെ ഭാരവാഹികളോട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വീട്ടിൽ പോയി ഒരു ചർച്ചാ വിഷയമാക്കണം. നിങ്ങളത് ചെയ്താലേ ഇത് ചെയ്തില്ല. ഈ വായനാശീലം കൂട്ടിപ്പിക്കുക, മൊബൈൽ ഫോൺ നിയന്ത്രിക്കുക. ആഹാരം കഴിക്കുമ്പോൾ ആരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ പാടില്ല. രാത്രിയിൽ കുട്ടി മുറിയിൽ കിടക്കുമ്പോൾ മൊബൈൽ ഫോൺ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ പാരൻസിന് ചെയ്യാൻ പറ്റും. നന്ദി. ജയ് ഹിന്ദ്.